Assalamualaikum everyone, welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്കൊരു വാട്ടർ ഹീറ്റിൻ്റെ കണ്ടാലോ. രാവിലെ തന്നെ നല്ല മഴക്കോളും ചെറുതായി മഴയും പെയ്യുന്നുണ്ട്. രാത്രി നല്ല മഴയായിരുന്നു, ഇപ്പോഴാണ് വന്ന് കുറഞ്ഞത് തന്നെ. അങ്ങനെ രാവിലെ നമുക്ക് വെള്ളം കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഒറട്ടിയും മുട്ടക്കറിയും, ഇന്നലത്തെ കിഴങ്ങറിയും, പിന്നെ കട്ടനും. അങ്ങനെ ഒറട്ടി കഴിച്ചതിന് ശേഷം അലുവ ഇരുന്നു. പിന്നെ അലുവ ഒരു പീസ് കഴിച്ചു ആദ്യം, പക്ഷേ ഒരു ചെറിയ പീസായതുകൊണ്ട് ഒരു പീസും കൂടെ എടുത്തു. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ നമുക്ക് കുറച്ച് ചക്ക അപ്പുറത്ത് നീട്ടി, അങ്ങനെ അത് കഴിച്ചു. പഴുത്തൊക്കെ ആയിരുന്നു. പിന്നെ അത് 2 ചുള എടുത്തോളൂ. പക്ഷേ ചക്കയുടെ ഫാൻ ഇവിടെ നിൽപ്പുണ്ട്. അല്ലു ചക്ക മാങ്ങ തേങ്ങ എൻ്റെ അല്ലുവിന് ഭയങ്കര വീക്ക്നെസ്സാണ്. കണ്ടാ, സ്വന്തമായിട്ട് എൻ്റെ കൊച്ചൊരു പ്ലേറ്റ് ഇട്ടുകൊണ്ട് അങ്ങ് മുങ്ങിയത് കണ്ട. അവിടെ പോയിരുന്ന് സാവധാനം കഴിക്കുകയാണ് എൻ്റെ കൊച്ച്. ഉച്ചയായിട്ടും മഴയ്ക്കൊരു കുറവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴക്കാലം. ആ ഒരു മൂടി ക്ലൈമറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആഫീസ് 2 സിപ്പ് കൊണ്ട് തന്നു, പിന്നെ അത് കുടിച്ചു. അതിനുശേഷം ഉമ്മ ഒരു വലിയ ബൗണ്ടി എല്ലാവർക്കും കൂടെ പകുത്ത് തന്നു. എനിക്കും കിട്ടി ഒരു ചെറിയ പീസ്, അങ്ങനെ അതും കഴിച്ചു. പിന്നെ കിട്ടിയ ഒരു ബെമ്പലി മാസ് ഉപ്പും മുളകും ചേർത്ത് കഴിച്ചു, അതും കൊള്ളാമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, നല്ല ചൂട് ചിക്കൻ ബിരിയാണി. അങ്ങനെ നല്ല സാലഡും അച്ചാറും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച്. എനിക്ക് ഈ മെയിൻ കോഴ്സിന് ശേഷം ചെറിയൊരു മധുരം കഴിക്കൽ എന്തോ ഒരു ശീലമായിപ്പോയി. അങ്ങനെ പിന്നെ അലുവയെ കിട്ടിയുള്ളൂ, അങ്ങനെ അത് കഴിച്ചു. ഉച്ചയ്ക്ക് കിടക്കാൻ കയറിയപ്പോൾ എന്താ 2 കുരുവികൾ. ഇതെന്തോ ഈ കുരുവിയുടെ പേരെന്ന് അറിഞ്ഞുകൂടാ. ആഫീസ് ഇവിടെ നിന്നുകൊണ്ട് പറയും ഇതിൻ്റെ പേരാണ് കുക്കുരു എന്ന്. എനിക്കറിയില്ല ഇതിൻ്റെ പേര്. നല്ല ഈ നമ്മുടെ വുഡ് പെക്കറിൻ്റെ കണക്ക് തലയിൽ കിരീടമൊക്കെ ഉള്ളൊരു കുരുവികളായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് മെഴ്സലീസിൻ്റെ സ്ട്രോബെറിയുടെ ഒരു സിപ്പപ്പ് കുടിച്ചു. പിന്നെ വൈകിട്ട് ഉമ്മ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ദാണ്ടെ ക്രോസൻ്റ് കൊണ്ടുവന്നു, അതും പിന്നെ ബ്രൗണിയും കഴിച്ചു. എനിക്ക് വാനില ഫില്ലിംഗ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം, പക്ഷേ വാനിലയാണ് കിട്ടിയത്. പക്ഷേ മിക്സഡ് ഞാൻ എടുത്തതേ ഇല്ല, അതിനോട് എനിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ബ്രൗണി ആയിരുന്നു. ബ്രൗണി വലിയ മധുരം ഇല്ലാത്തതായിരുന്നു. ഓക്കെ ആയിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ 2 മിച്ചർ മുട്ടായി തിന്നു. നല്ല ടേസ്റ്റാണ്. മിച്ചർ മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിച്ചർ മിഠായി, കപ്പലേൻ്റെ മിഠായി, അങ്ങനെയൊക്കെയുള്ള മിഠായിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചീറ്റോസ് കിട്ടി കേട്ടോ. ചീറ്റോസ് ഞങ്ങൾ കുഞ്ഞിലെ എൻ്റെ ഇത്താമാരും എൻ്റെ കസിൻസും ഒക്കെ ചേർന്ന് ഞങ്ങൾക്ക് ഒരു 5 രൂപ കിട്ടിയ വരെ ഓടുന്ന ചീറ്റോസ് വാങ്ങാനായിരുന്നു. പക്ഷേ ഇപ്പോൾ ചീറ്റോസ് വലുതായിട്ട് ഞാൻ കുറേ നാളായി കഴിച്ചിട്ടും കണ്ടിട്ടുമൊക്കെ. ഇപ്പോൾ വേറെ പലതൊക്കെയാണല്ലോ, യമ്മി അങ്ങനെയൊക്കെയുള്ള, ബിങ്കോ, ലേസ് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ ചീറ്റോസ് കണ്ടപ്പോൾ എൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ ഉണർന്നു. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അത്താഴം കഴിച്ചത് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അതും കൂടെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ വാട്ടർ ഹീറ്റിനിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പിള്ളേർ സമ്മതിക്കില്ല. ലോലിപ്പോപ്പായിട്ട് വരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് മധുരം കഴിക്കുന്നത് ഒരു കൊതിയാണല്ലോ, ഒരു ക്രേവിങ്സ് പോലെയാണ്. അപ്പോൾ നമ്മൾ ആ ലോലിപ്പോപ്പും കൂടെ കഴിച്ചതിന് ശേഷമേ ഇത് അവസാനിപ്പിച്ചുള്ളൂ. മാംഗോ ടാമറിൻ മിക്സഡ് ഫ്ലേവർ ആയിരുന്നു ലോലിപ്പോപ്പ്, നമ്മളെ ചുപ്പാ ചിപ്സിൻ്റെ. നല്ലതായിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ 3 കടല മിഠായിസും കൂടെ കിട്ടി. എന്നാൽ അതും കൂടെ കഴിച്ച് കുഞ്ഞൻ കടല മിഠായിസ്. അങ്ങനെ അതും കൂടെ തീർത്ത് ഇന്നത്തെ എൻ്റെ വാട്ടർ ഹീറ്റിനിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.